കോട്ടയം പൂഞ്ഞാറിലെ വാലാനിക്കൽ കുടുംബവുമായി വി.എസിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് അടുത്ത ബന്ധമുണ്ട്. പുന്നപ്ര വയലാർ സമരകാലത്ത് വി.എസ് ഒളിവിൽ കഴിഞ്ഞ വീട്. ജോസി ബാബു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പ്രിയങ്കരനായ വി.എസ് കോട്ടയം പൂഞ്ഞാർ തെക്കേക്കരയിൽ ഒളിവിൽ താമസിച്ച ഒരിടമുണ്ട്. ആ വീട് സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ഒരു വൈദ്യന്റെ വീട്ടിൽ ഒട്ടേറെ നിലവറകളൊക്കെ ഉണ്ടായിരുന്ന ഒരു വീട്ടിലായിരുന്നു അദ്ദേഹം ഒളിവിൽ താമസിച്ചിരുന്നതെന്നാണ് ചരിത്രം. ആ വീടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചരിത്രവും അദ്ദേഹത്തിന്റെ ഓർമ്മകളും പങ്കുവെക്കാൻ CPM-ന്റെ മുൻ ജില്ലാ കമ്മിറ്റി അംഗവും ഇവിടുത്തെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന മോഹനൻ സഖാവ് നമ്മളോടൊപ്പമുണ്ട്. സഖാവ്, എങ്ങനെയാണ് ആ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുന്നത്? വി.എസ് ഈ വീടുമായി ബന്ധപ്പെടാനുണ്ടായ കാരണം എന്താണ്? വി.എസ് ഒളിവിലിരുന്ന കാര്യങ്ങൾ എൻ്റെ അച്ഛനും മറ്റ് സഹപ്രവർത്തകരായിരുന്ന പഴയ ആൾക്കാർ പറഞ്ഞു കേട്ടുള്ള അറിവാണ് എനിക്കുള്ളത്. കാരണം ഞാൻ ജനിക്കുന്നത് 46-ലാണ്. പുന്നപ്ര വയലാർ സമരം നടക്കുന്നത് 46 ഒക്ടോബർ 23 മുതൽ 27 വരെയുള്ള കാലഘട്ടങ്ങളിലാണ്. ആദ്യത്തെ വെടിവെപ്പ് നടക്കുന്നത് പുന്നപ്രയിലാണ്. അത് ഒക്ടോബർ 23-നാണ്, 46-മാണ്. 27-ാം തീയതി വയലാർ വെടിവെപ്പ് നടക്കുന്നു. പുന്നപ്ര സമരം നടക്കുന്ന സന്ദർഭത്തിൽ വെടിവെപ്പ് കഴിഞ്ഞ ഉടൻ തന്നെയാണ് വി.എസ് ഒളിവിലേക്ക് അവിടുന്ന് പോരുന്നത്. ഇവിടെ പൂഞ്ഞാറിൽ വി.എസിൻ്റെ ഒരു സുഹൃത്ത് V.I. സഹദേവൻ വാലാനിക്കൽ നേരത്തെ മുതലേ വി.എസിന് അറിയുന്ന ഒരാളാണ്. അങ്ങനെ വാലാനിക്കലെ വീട് തേടിയാണ് അദ്ദേഹം ഇവിടെ വരുന്നത്. അങ്ങനെ ഇവിടെ വന്ന് വാലാനിക്കൽ തറവാട്ടിൽ ആദ്യത്തെ ദിവസം വന്ന് താമസിച്ചു. ഒരാഴ്ചയോളം ഇവിടെ കഴിഞ്ഞപ്പോൾ 3 ദിവസം കഴിയുന്നതിന് മുമ്പ് തന്നെ വി.എസ് തിരിച്ചു പോകേണ്ടി വന്നു. അത് വയലാർ വെടിവെപ്പുണ്ടായി. 4 ദിവസം കഴിഞ്ഞ് ഇവിടെ 23-ൽ പുന്നപ്ര വെടിവെപ്പുണ്ടായി. 27-ാം തീയതി വയലാർ വെടിവെപ്പുണ്ടായി. ആ വയലാർ വെടിവെപ്പുണ്ടായപ്പം ഇവിടെ വന്നിട്ട് ഒന്നുകൂടി തിരിച്ച് അദ്ദേഹം അങ്ങോട്ടേക്ക് പോയി. അത് കഴിഞ്ഞ് മടങ്ങി വന്ന് ഇവിടെ താമസിക്കുന്നു. അപ്പോൾ ഇവിടെ വൈദ്യ ശുശ്രൂഷയൊക്കെ ഉള്ള ഒരു തറവാടാണ്. സഹദേവൻ്റെ അച്ഛൻ വീട്ടുണ്ടാൻ വൈദ്യൻ ആണ്. അപ്പോൾ ഇവിടെ കൂടെ രോഗികൾ ചികിത്സിക്കാനൊക്കെ വരുന്ന ഒരു സ്ഥിതി ഉണ്ടായപ്പോൾ ഒളി താമസത്തിന് അത്ര സുരക്ഷിതമല്ല എന്ന് തോന്നിയുകൊണ്ട് ഇവർ തന്നെ ഇവരുടെ ബന്ധുവായ കരുമാലിപ്പുഴ കുഞ്ഞുവെണ്ണ, അവരുടെ മകൻ മാധവൻ ഇവിടെ അടുത്ത് ചടലിക്കുന്ന് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് താമസം മാറ്റി. ഇവിടെ അടുത്ത് തന്നെയാണ്. അവിടെ കുറേ ദിവസങ്ങൾ അദ്ദേഹം ഒളിവിൽ കഴിഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം അവിടെ ഒരു തോടുണ്ട്, മുവേലി തോടെന്നാണ് പറയുന്നത്, മുവേലിത്തോട്. ആ മുവേലിത്തോടിൽ ഒരു ദിവസം കുളിക്കാൻ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്കോടെ ആരുമില്ലാത്തപ്പം പുള്ളി ഒറ്റയ്ക്ക് കുളിക്കാനായിട്ട് ഇറങ്ങും. അന്നൊരു നടപ്പ് വഴി മാത്രമാണ് അങ്ങോട്ടേക്കുള്ളത്. അവിടെ കടപ്പരയ്ക്കൽ വീട്ടിൽ താമസിച്ച് ഇവിടെ പൂഞ്ഞാർ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കേംബ്രിഡ്ജ് സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപകനുണ്ടായിരുന്നു. അദ്ദേഹം ഇവിടുത്തുകാരനൊന്നുമല്ല, വന്ന് താമസിക്കുന്ന ആളാണ്. അധ്യാപകൻ ഇങ്ങനെ അപരിചിതനായ ഒരാളെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുളിക്കുന്നത് കണ്ടതുകൊണ്ട് ആ വിവരം അന്നേരം പുന്നപ്ര വയലാർ സമരം നടക്കുകയും വെടിവെപ്പുണ്ടാകുകയും നാട്ടിൽ വലിയ പ്രചാരം വരികയും ഒക്കെ ചെയ്തു. അപ്പം ഇങ്ങനെ പ്രതികളെ പിടിക്കാൻ വേണ്ടി പോലീസ് ഇങ്ങനെ പാഞ്ഞു നടക്കുന്ന ഒരു സന്ദർഭമാണ്. ഇങ്ങനെ ഒരു അപരിചിതനെ ഞാനിങ്ങനെ 1-2 ദിവസങ്ങളായിട്ട് ഇന്ന സ്ഥലത്തിരുന്ന് കാണുന്നുണ്ട് എന്നുള്ള വിവരം ഈ അധ്യാപകൻ ഇവിടെ ഈ പൂഞ്ഞാർ പള്ളിയിലെ താഴത്തേൽ അച്ഛൻ എന്ന് പറയുന്നൊരു വികാരിയാണ് അന്ന് അവിടെ വികാരി അച്ഛനായിട്ടിരുന്നത്. അദ്ദേഹത്തോട് പറഞ്ഞു എന്നും അദ്ദേഹം ഇങ്ങനെ ഒരു അപരിചിതൻ ഇവിടെ വന്ന് താമസിക്കുന്നുള്ള വിവരം പോലീസിനെ അറിയിച്ചെന്നുമാണ് ഞാൻ പറഞ്ഞു കേട്ട് അറിഞ്ഞിട്ടുള്ള കാര്യം. ഇവിടെ വെച്ച് പോലീസ് പിടിച്ചു. അപ്പം കുളിക്കാൻ ഇറങ്ങിയ സന്ദർഭത്തിൽ പോലീസ് വളഞ്ഞിട്ട് പിടിക്കുകയാണ് ചെയ്തത്. വളഞ്ഞിട്ട് ഉടുത്ത തോർത്തുമുണ്ടിൽ അന്നേരം തന്നെ പിടിച്ച് വേഷം മാറാൻ പോലും തയ്യാറാകാൻ സമ്മതിക്കാതെ ആ ഉടുത്ത തോർത്തുമുണ്ടിൽ തന്നെയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. പിന്നീട് വി.എസ് എപ്പോഴെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? ഈ പ്രദേശത്ത് സന്ദർശിച്ചപ്പോൾ എപ്പോഴെങ്കിലും ഈ വീട്ടിലോ ഈ പ്രദേശത്തോ? വി.എസ് അതിനുശേഷം 2-3 പ്രാവശ്യം ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ ഈ സഹദേവൻ്റെ അച്ഛൻ മരിച്ചവും വന്നു, സഹദേവൻ മരിച്ചവും വന്നു. എൻ്റെ വീട്ടിൽ 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഞാൻ അന്നതാണ് എൻ്റെ വീട്. അവിടെ വന്നിട്ടുണ്ട്. ഇവിടെ സമ്മേളനത്തിന് വന്നിട്ടുണ്ട്, ഏരിയ സമ്മേളനത്തിന് വന്നിട്ടുണ്ട്. വരുമ്പോഴൊക്കെ അദ്ദേഹം ഈ കഥകളൊക്കെ പബ്ലിക് മീറ്റിങ്ങിൽ പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട്.